അടിക്ക് തിരിച്ചടി മുംബൈ ടീം കൊടുത്തു. 10 റൺസിനാണ് മുംബൈ ഇന്ന് കളി തോറ്റത്. 257 റൺസ് എടുത്തിട്ടും ഡൽഹി ടീമിനെ ജയിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ. പക്ഷേ ലാസ്റ്റ് മുംബൈ അടിപതറി. മുംബൈ ടീമിന് എന്താണ് സംഭവിച്ചത്? ഇപ്പോഴിതാ കളി തോറ്റ ശേഷം രോഹിത് ശർമ്മ ദേഷ്യപ്പെട്ട് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. പണ്ടത്തെ മുംബൈ ടീമാണെങ്കിൽ ഇന്നത്തെ മാച്ച് ജയിക്കേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ മുംബൈ ടീം മാറിയിരിക്കുകയാണ്. അതിന് കാരണം പാണ്ഡ്യ തന്നെയാണ്. ഇന്ന് കളി തോറ്റ ശേഷം രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോൾ ഒരുപാട് വിഷമമുണ്ട്. കാരണം ഞങ്ങൾ ഇനി പ്ലേ ഓഫിലെത്താൻ സാധ്യതയില്ല. ഈ IPL നിന്ന് ഞങ്ങൾ പുറത്തായതുപോലെയാണ്. അതിന് കാരണം പാണ്ഡ്യയാണ്. അവനെ കളി തോറ്റാലും യാതൊരു കുഴപ്പവുമില്ല. വളരെ മോശം ക്യാപ്റ്റൻസിയാണ് പാണ്ഡ്യ കാഴ്ചവെക്കുന്നത്. എൻ്റെ മുംബൈ ടീം ഇതുപോലെ ആയിരുന്നില്ല. ഞങ്ങൾ നല്ല രീതിയിലായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ മാച്ചിൽ ഞങ്ങൾക്ക് പണി കിട്ടി. കാരണം ഡൽഹി ടീം 257 എന്ന കൂറ്റൻ ടാർഗറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലത്തെ റൺസ് മറികടക്കണമെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. ഞങ്ങൾക്കതിന് സാധിച്ചില്ല. പക്ഷേ തിലക് വർമ്മയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അവസാനം അവനെ കാലിടറി. അതാണ് ഞങ്ങൾക്ക് പണിയായത്. എങ്കിലും ഞാൻ ഉറപ്പിച്ചു പറയാം, പാണ്ഡ്യ ക്യാപ്റ്റനായാൽ മുംബൈ ടീം തകരുമെന്നത് ഉറപ്പാണ്. എനിക്ക് വീണ്ടും മുംബൈ ടീമിൻ്റെ ക്യാപ്റ്റനാകാൻ ആഗ്രഹമുണ്ട്. അടുത്ത വർഷമെങ്കിലും മുംബൈ ടീമിന് കപ്പ് നേടിക്കൊടുക്കണമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. പാണ്ഡ്യ ക്യാപ്റ്റനായപ്പോൾ മുംബൈ ടീം തകർന്നിരിക്കുകയാണ്. ഇനി മുംബൈ ടീമിനെ രക്ഷിക്കാൻ മാനേജ്മെൻറ്റിന് മാത്രമേ സാധിക്കൂ. അതിനെ ഒരു കാര്യം ചെയ്താൽ മതി: പാണ്ഡ്യയെ പുറത്താക്കി രോഹിത് ശർമ്മയെ ക്യാപ്റ്റനാക്കണം. ഡൽഹി ടീം മുംബൈക്കെതിരെ ഇത്രയും അധികം റൺസ് അടിക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. എങ്കിലും മുംബൈ ടീം പൊരുതി തന്നെയാണ് കളി തോറ്റത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.